അത്രയേറെ നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറയുന്നൊരു ദിവസമില്ലേ? അങ്ങനൊരു ദിവസമാണിത്. അതായത് എൻ്റെ അനിയൻ്റെ കല്യാണ ദിവസം. ഞാൻ എൻ്റെ കല്യാണത്തിന് ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ ഇവൻ്റെ കല്യാണത്തിന് ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ ആദ്യമേ ഒരുങ്ങി. ഇനി എൻ്റെ കുട്ടികളെ ഒരുക്കാം, ഭർത്താവിനെ ഒരുക്കാം, ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. എല്ലാം ചെറുപടാന്ന് വേണം നടത്താൻ. സത്യം പറഞ്ഞാൽ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേ ചെറുക്കന് റെഡിയാണ്. പേഴ്സണലി എനിക്ക് ഇവരിങ്ങനെ മേക്കപ്പ് ഇടുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഒരു കല്യാണമല്ലേ, കുറച്ച് ഗുമ്മൊക്കെ ആയിക്കോട്ടെ എന്ന് അവൻ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോ പറഞ്ഞില്ല. രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴയല്ലേ ഇന്ന് കുളമാകുമെന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ദേ മഴയെല്ലാം മാറി നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇനിയുള്ള ഫുൾ ഫ്രെയിം നമുക്ക് ചെറുക്കിന് വേണ്ടി അങ്ങ് മാറ്റി വെച്ചേക്കാം. കല്യാണം കുമാരനെല്ലൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു നടന്നത്. ഇവിടെ പെണ്ണ് കെട്ടാൻ പോകുന്ന അവനും അവക്കും ഇല്ലാത്ത ടെൻഷനാണ് എൻ്റെ മുഖത്ത്. എന്തിനാണ് എനിക്ക് ഇത്ര ടെൻഷൻ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ചെറുക്കനെ വിളിച്ച് വരുത്തി മണ്ഡപത്തിലെത്തിയിട്ട് കുറച്ച് നേരമായി. അവനെങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനും അതേപോലെ തന്നെ ത്രില്ലും ഉണ്ടെന്നറിയാം. പക്ഷേ ആ മുഖത്ത് മുന്നി മറയുന്ന ഭാവങ്ങൾ ഞാനിങ്ങനെ ഒപ്പി എടുക്കുകയായിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങ് ദൂരേന്ന് നമ്മുടെ പെണ്ണ് ദേ മന്ദം കിടന്നു വന്നു. വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി ആ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ധന്യമുഹൂർത്തം ദേ വന്നെത്തി. താലി കെട്ടണ ചടങ്ങ്. ഞാൻ എന്തിനപ്പോൾ കരയുടെ എനിക്കറിയില്ല, എൻ്റെ കണ്ണ് ശരിക്കും നിറയുകയായിരുന്നു സന്തോഷം കൊണ്ട്. ഇവരുടെ ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം കാത്തിരുന്നൊരു നിമിഷമായിരിക്കും ഇതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു അടിപൊളിയായിട്ട് എൻ്റെ കല്യാണമൊക്കെ നടന്നു. അങ്ങനെ എനിക്കൊരു കുഞ്ഞനീത്തിയും കൂടെ കിട്ടി. എൻ്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി കൂടി എന്ന് വേണം പറയാൻ. അപ്പോൾ രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്.